The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay, see, in the last class we completed our 7th chapter, that is formation of a company. I think all are clear. Okay, today we are going to discuss the next chapter, that is 8th chapter, source of business finance. സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്, ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് എങ്ങനെയൊക്കെ കണ്ടെത്താൻ പറ്റും എന്നുള്ള കാര്യമാണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വി നോ ദാറ്റ് ഫോർ ക്യാരിയിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് ബിസിനസ് റിക്വയർ മണി, ഇസ്ന്റ് ഇറ്റ്? അല്ലേ, ബിസിനസ്സിനകത്ത് പല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്യാഷ് വേണം. So, finance therefore is called the life blood of any business. ഏതൊരു ബിസിനസ്സിൻ്റെയും ജീവരക്തം അല്ലെങ്കിൽ ലൈഫ് ബ്ലഡ് ആണ് ആക്ച്വലി ഏത്? ഫിനാൻസ് എന്ന് പറയുന്നത്. ഫിനാൻസ് ഇല്ലെങ്കിൽ പിന്നെ ബിസിനസ് ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, സോ the requirements of funds by business to carry out its various activity is called ബിസിനസ് ഫിനാൻസ് എന്ന് പറയും. എന്താണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ്സിൻ്റെ പല ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായി വരുന്ന ഫണ്ടാണ് ആക്ച്വലി ബിസിനസ് ഫിനാൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ബിസിനസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആൻഡ് സെക്കൻഡ് വൺ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. വാട്ട് ഡു യു മീൻ ബൈ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്? ദാറ്റ് മീൻസ് in order to start a business, funds are required to purchase what? Fixed asset like land and building, plant and machinery, furniture, etc. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ഫണ്ട് നമുക്ക് എന്തിനാവശ്യമാണ്? ഫിക്സഡ് അസറ്റുകൾ പർച്ചേസ് ചെയ്യാൻ എന്ത് വേണം? ഫണ്ട് ആവശ്യമാണ്. ഏതൊക്കെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇത് വാങ്ങിക്കണമെങ്കിൽ എന്ത് വേണം? ഫണ്ട് വേണം. ആ ഫണ്ടാണ്, അല്ലെങ്കിൽ ആ ഫണ്ട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഫണ്ടാണ് ആക്ച്വലി ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിസിനസ് നീഡ്സ് ഫണ്ട്സ് ഫോർ ഇറ്റ്സ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഡെയിലി ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ആവശ്യമായി വരുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ഫോർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പർച്ചേസസ് ഓഫ് റോ മെറ്റീരിയൽസ്, ടു പേ സാലറീസ്, വേജസ്, റെന്റ്, ടാക്സ്, ഇങ്ങനെയുള്ളതൊക്കെ ഡേ ടു ഡേ വരുന്ന ആവശ്യങ്ങളാണ്, അല്ലേ? ഡെയിലി ഉണ്ടാവുന്ന ആവശ്യങ്ങളാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നമുക്ക് നടത്തണമെങ്കിൽ നമുക്ക് ഫണ്ട് ആവശ്യമായി വരുന്നു. അങ്ങനെ വരുന്ന ഫണ്ടാണ് ആക്ച്വലി ഏത്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻസിന്റെ ആവശ്യം മനസ്സിലായോ? ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനും ആവശ്യമുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനും എന്തുണ്ട്? ആവശ്യമായി വരുന്നുണ്ട്. ഓക്കെ, സോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സസ് ഓഫ് ഫണ്ട്, ഫണ്ടുകളുടെ കണ്ടെത്താനുള്ള മാർഗങ്ങളെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാവുന്നതാണ്? ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. സോ ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ്, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, on the basis of source of generation.
See, based on the basis of period, we can again categorize it into three, that is long term, medium term and short term fund. See, long term fund consists of equity shares, retained earnings, preference shares, debentures, loan from financial institutions and loan from banks. And then medium term consists of loan from banks, public deposit, loan from financial institution, lease financing. And then short term consists of trade credit, factoring, banks and commercial papers. Okay, on the basis of ownership, there are two sources of funds are there, that is owners fund and borrowed fund. See, owners fund include equity shares and retained earnings, and borrowed fund includes debentures, loan from banks, loan from financial institutions, public deposit, lease financing and commercial papers. See, on the basis of source of generation, there are two sources are there, that is internal sources and external sources. See, internal sources consist of equity share capital and retained earnings. External source consists of financial institution, loan from banks, preference shares, public deposit, debentures, lease financing, commercial papers, trade credit and factoring. Okay, so ഇത് നമുക്ക് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, the first one, on the basis of period. See, on the basis of period, the different sources of funds can be classified into three parts. അല്ലേ, പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് കണ്ടെത്താനുള്ള മാർഗങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ദാറ്റ് ഈസ് ലോങ് ടേം സോഴ്സസ്, medium term sources and short term sources. See, long term sources means the amount of funds required by a business for more than 5 years is called long term finance. Long term finance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് ഫണ്ട് ആവശ്യമായി വരുന്നത് എപ്പോഴാണ്? മോർ ദാൻ 5 ഇയേഴ്സിലാണ്. 5-ൽ കൂടുതൽ വർഷങ്ങൾക്ക് കൂടുതൽ ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ they can depend the long term sources ഡിപ്പെൻഡ് ചെയ്യാം. So this include the sources ഏതൊക്കെയാണ്? ഷെയർസ്, debentures, long-term borrowing, loans from financial institutions. Such finance is required for എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? acquisition of fixed assets. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ, ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാനാണ് ഈ ഫണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 5 വർഷത്തിൽ കൂടുതൽ കാലയളവിലേക്ക് ഫണ്ട് ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അതിന് ഏത് ഡിപ്പെൻഡ് ചെയ്യാം? ലോങ് ടേം സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ മീഡിയം ടേം സോഴ്സസ് പറഞ്ഞാൽ എന്താ? where the funds are required for a period of more than 1 year but less than 5 years. 1 വർഷത്തിൽ കൂടുതലും എന്നാൽ 5 വർഷത്തിൽ താഴെയാണെങ്കിൽ ഫണ്ട് അത്രയും ആവശ്യമുള്ളതെങ്കിൽ, അത്രയും കാലയളവിലേക്കാണ് ആവശ്യമുള്ളതെങ്കിൽ they can depend the medium term സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യാം. സോ ദി സോഴ്സസ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? ബോറോയിങ് ഫ്രം കമേഴ്ഷ്യൽ ബാങ്ക്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്, lease financing and loans from the financial institutions. Okay, then short term sources എങ്ങനെ എപ്പോഴാണ് ഡിപ്പെൻഡ് ചെയ്യുക? എന്താണ് പറയുന്നത്? ഷോർട്ട് ടേം ഫണ്ട്സ് ആർ ദോസ് വിച്ച് ആർ റിക്വയർഡ് ഫോർ പീരീഡ് നോട്ട് എക്സീഡിങ് 1 year. 1 വർഷത്തിൽ കൂടുതൽ കാലയളവിലേക്ക് ഫണ്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, അതായത് 1 വർഷത്തിൽ താഴെയാണ് ഫണ്ട് ആവശ്യമുള്ളതെങ്കിൽ they can depend the short term sourcesനെ ഡിപ്പെൻഡ് ചെയ്യാം. സോ ദ സോഴ്സസ് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന? ട്രേഡ് ക്രെഡിറ്റ്, then loans from commercial banks, etc. So short term fund is used for എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻസിങ് ദ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് ടേം സോഴ്സസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. So on the basis of ownership, the sources can be classified into owners fund and borrowed fund. ഓണർഷിപ്പിന്റെ ബേസിൽ ഓണേഴ്സ് ഫണ്ടും അതുപോലെ തന്നെ ബോറോഡ് ഫണ്ടും, ഇങ്ങനെ 2 സോഴ്സസ് ആണുള്ളത്. ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓണേഴ്സ് ഫണ്ട് മീൻസ് ഫണ്ട് ദാറ്റ് ആർ പ്രൊവൈഡഡ് ബൈ ദി ഓണർ ഓഫ് ആൻ എന്റർപ്രൈസസ്. ഒരു എന്റർപ്രൈസസിനകത്തുള്ള ഓണർ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടാണ് ആക്ച്വലി ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ്,
retained earnings are the two main important sources from where the owners fund can be obtained. അപ്പോൾ ഓണേഴ്സ് ഫണ്ട് കിട്ടാനുള്ള രണ്ട് മാർഗങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് എന്തൊക്കെയാണ്? ഒന്ന് ഇക്വിറ്റി ഷെയർസും മറ്റൊന്ന് റീറ്റെയിൻഡ് ഏർണിങ്സും ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ബോറോഡ് ഫണ്ട് റെഫേഴ്സ് ടു ദ ഫണ്ട്സ് റേസ്ഡ് ത്രൂ ലോൺസ് ഓർ ബോറോയിങ്സ്. അല്ലേ, എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്? ലോണുകളായിട്ടോ അല്ലെങ്കിൽ ബോറോ ചെയ്യുക കടമായിട്ടൊക്കെ വാങ്ങിക്കുന്നെങ്കിൽ ദാറ്റ് ഈസ് ബോറോഡ് ഫണ്ട് എന്ന് പറയും. സോ ദ സോഴ്സ് റേസിംഗ് ബോറോഡ് ഫണ്ട്സ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? ലോൺസ് ഫ്രം കമേഴ്ഷ്യൽ ബാങ്ക്സ്, ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്, ട്രേഡ് ക്രെഡിറ്റ്സ്, ഇതൊക്കെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ. See, on the basis of this, source can be classified into internal sources and external sources. See, internal sources use the internal sources internal sources of funds are those that are generated from within the organization, within the ബിസിനസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫണ്ട് കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ സോഴ്സസ് ആണ് ആക്ച്വലി ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്സാമ്പിൾസ് ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, ഡിസ്പോസിങ് ഓഫ് സർപ്ലസ് ഇൻവെന്ററീസ് എക്സെട്ര, അങ്ങനെയുള്ള. ആൻഡ് ദെൻ എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഇൻക്ലൂഡ്സ് ദോസ് സോഴ്സസ് ദാറ്റ് ലൈ ഔട്ട്സൈഡ് ആൻഡ് ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷന് വെളിയിലുള്ള ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ബോറോയിങ് ഫ്രം കമേഴ്ഷ്യൽ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ആൻഡ് ആക്സെപ്റ്റിംഗ് പബ്ലിക് ഡെപ്പോസിറ്റ്സ്, ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഡിബഞ്ചറുകൾ എന്താണ്? ഈ ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് എന്താണ്? ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് ഈ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഓരോന്ന് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള സോഴ്സസിനെ എന്ത് ചെയ്യാവുന്നതാണ്? ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഫേമിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് വൺ സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഫിനാൻസ് കണ്ടെത്താനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. സോ എ ബിസിനസ് ക്യാൻ റേസ് ഫണ്ട് ഫ്രം വേരിയസ് സോഴ്സസ് ബൈ വേ ഓഫ് എങ്ങനെയൊക്കെ? ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, retained earnings, loans from financial institutions and commercial banks, പബ്ലിക് ഡെപ്പോസിറ്റ് എക്സെട്ര. അങ്ങനെ പല മാർഗങ്ങളിൽ നിന്നും ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എന്ത് കണ്ടെത്താം? ഫിനാൻസ് കണ്ടെത്താവുന്നതാണ്. സോ ഈച്ച് ഓഫ് ദം ആർ ഹാവിങ് ഇറ്റ്സ് ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓരോ സോഴ്സസിനും ഓരോ മെറിറ്റ്സും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എന്തും ഉണ്ടാവും? ഡിമെറിറ്റ്സും ഉണ്ടായിരിക്കും. സോ ദ എന്റർപ്രണർ ഹാവ് ടു ടേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ദെയർ ചോയ്സ് ബേസ്ഡ് ഓൺ ദെയർ സിറ്റുവേഷൻ ആൻഡ് പർപ്പസ്. ഏത് വേണം, ഏത് സോഴ്സസ് വേണം എന്നുള്ളത് ആരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും? അത് എന്റർപ്രണറുടെ ഡിസിഷനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും ഏത് സോഴ്സസ് വേണം ചൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സോഴ്സസ് നമുക്ക് പഠിക്കാവുന്നത്. ഇൻ ദാറ്റ് ദ ഫസ്റ്റ് വൺ റീറ്റെയിൻഡ് ഏർണിങ്സ്. എന്താണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് എ പോർഷൻ ഓഫ് നെറ്റ് ഏർണിങ്സ് മേ ബി റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ് ഫോർ യൂസ് ഇൻ ദി ഫ്യൂച്ചർ. അതായത് ഒരു ബിസിനസ്സിൽ ആ ബിസിനസ് ഫേം ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു സെർട്ടേൺ പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റിവെക്കപ്പെടുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെടുത്ത ടോട്ടൽ പ്രോഫിറ്റിൻ്റെ ഒരു സെർട്ടേൺ പോർഷൻ എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുവെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നാണ് പറയുക. ഓക്കെ, സം കമ്പനി ഡസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ദ ഹോൾ ഓഫ് ദെയർ പ്രോഫിറ്റ് ആസ് ഡിവൈഡഡ് ഇൻ ടു ഷെയർ ഹോൾഡേഴ്സ്. അല്ലേ, ചില കമ്പനികൾ അവരുടെ പ്രോഫിറ്റിനെ മുഴുവനും ആർക്ക് എന്ത് ചെയ്യുന്നില്ല? ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ബട്ട് reinvest their profits as a divided to share but reinvest a part of the profit in the form of reserve for the purpose of further expansion. അല്ലേ, ഫർദർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഈ പ്രോഫിറ്റിൻ്റെ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ഓർ പ്ലോയിങ് ബാക്ക് ഓഫ് റീറ്റെയിൻഡ് പ്രോഫിറ്റ്സ് എന്ന് പറയും.
അതിനെ പറയുന്നത്. ഓക്കെ, അതായത് ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ട് പ്രോഫിറ്റിൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു, മാറ്റിവെക്കപ്പെടുന്നു. അതിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ ദിസ് മെത്തേഡ് ഓഫ് ഫിനാൻസ് ഈസ് നോൺ ആസ് സെൽഫ് ഫിനാൻസിങ് എന്നും ഇതിനെ പറയാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഈ റീറ്റേൺഡ് ഏർണിങ്സിന്റെ മെറിറ്റ്സ് എന്തൊക്കെയായിരിക്കും? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പെർമനന്റ് സോഴ്സ് ഓഫ് ഫണ്ട്. ഇത് പെർമനന്റ് സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി കോസ്റ്റ്. ഇതിനകത്ത് കോസ്റ്റ് ഒന്നും ഉൾപ്പെടുന്നില്ല. ദെൻ ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റീസ്. ഇതിന് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. അല്ലേ, ഇക്വിറ്റി ഷെയർസിൻ്റെ എന്ത് കൂടാൻ ചാൻസ് ഉണ്ട്? മാർക്കറ്റ് പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ റീറ്റേൺഡ് ഏർണിങ്സ് ഉള്ള ഫേംസ് എന്ന് പറയുന്നത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. സോ ഇറ്റ് ഹെൽപ്സ് ടു ഫേസ് ദ അൺഎക്സ്പെക്റ്റഡ് ലോസസ്. അല്ലേ, അപ്പോൾ റീറ്റേൺഡ് ഏർണിങ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ലോസസ് വരുമ്പോൾ നമുക്കത് ഫേസ് ചെയ്യാനും ഈ റീറ്റേൺഡ് ഏർണിങ്സ് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഓക്കെ, ദീസ് ആർ ദ important merits of retained earnings. And then what are the demerits of retained earnings? First one, it may create dissatisfaction among the existing shareholders. എക്സിസ്റ്റിംഗ് ഷെയർഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു. എന്താ കാരണം അവർക്ക് അവകാശപ്പെട്ട പ്രോഫിറ്റ് മുഴുവനായിട്ടും കൊടുക്കാതെ കുറച്ച് മാത്രം കൊടുത്ത് കുറച്ച് ബിസിനസ്സിൽ തന്നെ എന്ത് ചെയ്യുന്നു, മാറ്റിവെക്കപ്പെടുന്നു. അതുകൊണ്ട് ചില ഷെയർ ഹോൾഡേഴ്സിനെങ്കിലും എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? സാറ്റിസ്ഫാക്ഷൻ കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. That is one of the drawbacks. Another one, it is an uncertain source of finance. ഇത് certain ഒന്നുമല്ല, ചിലപ്പോൾ കിട്ടാൻ ചിലപ്പോൾ കിട്ടാതിരിക്കും. ഓരോ വർഷം ഓരോ രീതിയിലായിരിക്കും അല്ലേ, പ്രോഫിറ്റ് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവാതിരിക്കും. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് അൺസർട്ടൈൻ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ഈസ് എ ചാൻസ് ഓഫ് എന്നുള്ള ചാൻസ് ഉണ്ട്? മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ഓക്കെ, ദീസ് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ്. ഓക്കെ, അപ്പോൾ അടുത്ത സോഴ്സിലേക്ക് പോകാം. അടുത്ത സോഴ്സ് ഏതാണ്? ട്രേഡ് ക്രെഡിറ്റ്. എന്താണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ക്രെഡിറ്റ് എക്സ്റ്റെൻഡഡ് ബൈ വൺ ട്രേഡർ ടു അനദർ ഫോർ ദ പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ക്രെഡിറ്റ് എക്സ്റ്റെൻഡഡ് ബൈ ദ വൺ ട്രേഡർ. ഒരു ട്രേഡർ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആർക്ക്? ടു അനദർ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഹെൽപ്സ് ടു പർച്ചേസസ് ഓഫ് ഗുഡ്സ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെന്റ്സ്. അല്ലേ, അതായത് സാധനങ്ങൾ വാങ്ങിക്കാം, എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഉടനെ തന്നെ എന്ത് ചെയ്യേണ്ട, പേയ്മെന്റ്സ് നടത്താതെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സംവിധാനമുണ്ട്. അതിനെയാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ്. ഷോർട്ട് ടേം ഫിനാൻസിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് ആക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് എന്താണ്? അതായത് ട്രേഡ് ക്രെഡിറ്റിൻ്റെ എത്രയേ ഉള്ളൂ, പേയ്മെന്റ്സ് നടത്തി പർച്ചേസ് ചെയ്താൽ ഉടനെ തന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പേയ്മെന്റ്സ് നടത്തേണ്ട കാര്യമില്ല. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെറിറ്റ്സ് എന്തൊക്കെയാ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ കൺവീനിയൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്, ഈസിലി അവൈലബിൾ ആണ്, ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഇൻവെൻട്രി ലെവൽ, ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദി അസെറ്റ്, ആൻഡ് ഇറ്റ് ഈസ് എ ടൂൾ ഓഫ് വാട്ട്? സെയിൽസ് പ്രൊമോഷൻ ബൈ ദി സെല്ലർ. സെല്ലർക്ക് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ടൂളും കൂടെയാണ് ഏത്? ഈ ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്തായിരിക്കും? സോ ഇറ്റ് മേ ലീഡ് ടു ഓവർ ട്രേഡിംഗ് വിച്ച് മേ ക്രിയേറ്റ് ടു റിസ്ക് ടു ദ ഫേം. ഇത് ചിലപ്പോൾ എന്തിന് കാരണമാകും? ഓവർ ട്രേഡിങ്ങിന് കാരണമാകും. അങ്ങനെ ഓവർ ട്രേഡിങ് കൂടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ബിസിനസ് ഫേമിന് ചിലപ്പോൾ പല രീതിയിലും അതിന് റിസ്ക് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ദർ ഈസ് എ ലിമിറ്റ് ഫോർ ദി സോഴ്സസ്. ഒരു ലിമിറ്റ് ഉണ്ട് ഈ സോഴ്സസിന്. സോ ഇറ്റ് ഈസ് ജനറലി കോസ്റ്റ്ലി സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ് ആസ് കമ്പയർഡ് ടു അതർ സോഴ്സസ്. മറ്റുള്ള സോഴ്സസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് എന്താണ്, കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സോഴ്സസ് ആണ്. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡീമെറിറ്റ്സ് ഓഫ് ട്രേഡ് ക്രെഡിറ്റ്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് സോഴ്സ് ആണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. എന്താണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്? എ ഫാക്ടറിങ് ഓർഗനൈസേഷൻ ഈസ് എ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ വിച്ച് സ്പെഷ്യലൈസ് ഇൻ കളക്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡെപ്റ്റ്. അതായത് ഫാക്ടറിങ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡറാണ്. ഇവരെന്താന്ന് വെച്ചാൽ വിച്ച് സ്പെഷ്യലൈസ് ഇൻ ദ കളക്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡെപ്റ്റ്.
ഡെപ്റ്റുകൾ, കടങ്ങൾ കളക്ട് ചെയ്യാനും അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ് ആക്ച്വലി ഈ ഫാക്ടറിങ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവരൊരു ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആണെന്ന് പറഞ്ഞു. സോ എ ഫാക്ടർ മേ ബി ആരാവാം, ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റ് കളക്ഷൻ ആൻഡ് ക്രെഡിറ്റ് മാനേജ്മെന്റ് ഈസ് ദ ഡിഫിക്കൾട്ട് പ്രോസസ് ഫോർ ദി ഓർഗനൈസേഷൻസ് അല്ലേ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കടം കൊടുത്തത് കളക്ട് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ ക്രെഡിറ്റ് മാനേജ്മെന്റ് ചെയ്യുക, ഇതൊക്കെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആൻഡ് ഇറ്റ് വിൽ ടേക്ക് എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഇതൊരു ഓർഗനൈസേഷൻ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെപ്റ്റ് കടം കൊടുത്തത് തിരിച്ച് കളക്ട് ചെയ്തെടുക്കുക, ക്രെഡിറ്റ് മാനേജ്മെന്റ് ഒക്കെ ഒരു ഓർഗനൈസേഷൻ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇൻ സച്ച് എ കേസ് ദിസ് ഡ്യൂട്ടി മേ ബി എൻട്രസ്റ്റഡ് ടു ആൻ ഏജൻസി. അപ്പോൾ ഈ ഒരു സംഭവം കടം കൊടുത്തത് അല്ലെങ്കിൽ ഡെപ്റ്റ് കളക്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് മാനേജ്മെന്റ് ചെയ്യാൻ ഒരു ഏജൻസിയെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അവരെയാണ് ഫാക്ടറിങ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവരെന്തായിരിക്കും, ഹൂ ആർ ദ സ്പെഷ്യലൈസ്ഡ് ഇൻ കളക്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റ് കളക്ട് ചെയ്യുന്നതിലും ഡെപ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിലും ഇവരാരായിരിക്കും, ഇവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. മനസ്സിലായോ? അതാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാക്ടറിങ് ഈസ് എ ഫിനാൻഷ്യൽ സർവീസ് under which the factor render various services which include discounting of bills. എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, കളക്ഷൻ ഓഫ് ദി ക്ലയന്റ് ഡെപ്റ്റ്, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി പ്രോസ്പെക്റ്റീവ് ക്ലയൻസ്. Then the firm which is specialized in the activity is called what, factor എന്ന് പറഞ്ഞു. The remuneration received by the factor called ഫാക്ടറിങ് കമ്മീഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സോഴ്സസും വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് എന്താണ്, സോ ചീപ്പർ സോഴ്സസ് ആണ്. ദ ക്ലയൻസ് ആർ ഏബിൾ ടു മീറ്റ് ദെയർ ലയബിലിറ്റീസ് പ്രോംപ്റ്റ്ലി ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ, ദെൻ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ അസറ്റ്സ്, and then clients can concentrate on other functional areas of the business. Okay, and then demerits എന്തായിരിക്കും അപ്പോൾ, so it is an expensive when invoices are numerous and smaller in amounts and higher interest cost, and then the factory is third person to the customer who may not feel the comfortable with them. So these are the demerits of the factoring. Okay, next one, lease financing. എന്താണ് ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സോഴ്സസ് ആണ് ലീസ് ഫിനാൻസിങ്. സി നൗഡേയ്സ് ഇറ്റ് ഹാസ് ബീൻ ട്രീറ്റഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോങ് ടേം ഫിനാൻസിങ്. ലോങ് ടേം ഫിനാൻസിങ് ഇന്ന് ഏറ്റവും കൂടുതൽ എന്താ പറയുക യൂസ് ചെയ്യുന്ന ഒന്നാണ് ആക്ച്വലി ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് അണ്ടർ വിച്ച് എ കമ്പനി അക്വയർ ദ റൈറ്റ് ടു യൂസ് ആൻ അസറ്റ് വിത്തൗട്ട് ഹോൾഡിംഗ് ഇറ്റ്സ് ടൈറ്റിൽസ്. ഈ ലീസ് ഫിനാൻസിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന ഇതാണ് ഒരാളുടെ പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളുടെ അസറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉടമസ്ഥാവകാശം നമ്മൾക്കില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉപയോഗിക്കാൻ പറ്റും. അതിനെയാണ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ദ ഓണർ ഓഫ് ദ അസറ്റ്സിന് എന്ത് പറയും, ലെസർ എന്ന് പറയും, ആൻഡ് ദ യൂസ് ചെയ്യുന്ന ആളെ ലെസി എന്നാണ് പറയുക. സോ ദ ഓണർ ഓഫ് ദ അസറ്റ് ഈസ് കോൾഡ് ലെസർ ആൻഡ് ദ യൂസർ ഈസ് കോൾഡ് ലെസി എന്ന് പറയും. ഓക്കെ, ദ ലെസി ഹാസ് to pay the lease rent to the lessor for the use of asset. അപ്പോൾ ഒരാളുടെ ഒരു അസറ്റ് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആൾ മറ്റൊരാൾക്ക് എന്ത് കൊടുക്കണം, ലെസർ ലീസ് റെന്റ് എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദി ലീസ് എഗ്രിമെന്റ് ദ അസറ്റ് റിവേർട്ട് ടു ദി ആർക്ക് കൊടുക്കും, ലെസർ കൊടുക്കും, ഹൂ ഇസ് ദ ലീഗൽ ഓണർ ഓഫ് ദി അസറ്റ്സ്. അപ്പം നമ്മൾ ഒരു ബിൽഡിങ് ഒരു വാടകയ്ക്ക് എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ആ ബിൽഡിങ് നമുക്ക് ഉപയോഗിക്കാം, എഗ്രിമെന്റ് വെച്ചിട്ടായിരിക്കും നമ്മളത് ഉപയോഗിക്കുന്നുണ്ടാവുക. എഗ്രിമെന്റിന്റെ പീരീഡ് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അതിൻ്റെ യഥാർത്ഥ ഓണർക്ക് എന്ത് ചെയ്യണം, ഒഴിഞ്ഞു കൊടുക്കണം അല്ലേ. അതുപോലെയാണ് ഈ ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലാൻഡിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും കേസൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ മെറിറ്റ്സ്
എന്തായിരിക്കും? ഇറ്റ് എനേബിൾസ് ദ ലെസി ടു അക്വയർ ദ ആസെറ്റ് വിത്ത് എ വെരി ലിറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നു? അസറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു മെറിറ്റ്സ്. ദെൻ ലിമിറ്റഡ് ഫോർമാലിറ്റീസ് മാത്രമേ ഉള്ളൂ. ലീസ് റെൻറ്റ് ഈസ് എ ചാർജ് എഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ്, ഹെൻസ് ദ ടാക്സ് ലയബിലിറ്റീസ് റെഡ്യൂസ്ഡ് അല്ലേ. അപ്പോൾ ലീസ് റെൻറ്റ് എന്തായിട്ട് പ്രോഫിറ്റിൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് ടാക്സ് കൊടുക്കുന്നതിൽ ടാക്സ് ലയബിലിറ്റീസ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ് ഫിനാൻസ് വിത്തൗട്ട് ഷെയറിങ് ദ ഓണർഷിപ്പ് ഷെയർ ചെയ്താൽ തന്നെ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദ റിസ്ക് ഓഫ് ഒബ്സോളിസൻസ് ഓൺ ദി ഷോൾഡേഴ്സ് ഓഫ് ദി ഓണർ ഓഫ് ദി അസറ്റ്സ്. ഓക്കെ, ആൻഡ് ദെൻ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? റെസ്ട്രിക്ഷൻ ഓൺ ദ യൂസ് ഓഫ് അസറ്റ്സ്. അസറ്റ് യൂസ് ചെയ്യുന്നതിൽ എന്തുണ്ടാവും? റെസ്ട്രിക്ഷൻ ഉണ്ടാവും. നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ് may be affected on non-renewal of agreement, and then if the lease agreement is terminated before maturity, it result in heavy loss. അങ്ങനെ വരാം. So lease may not take much care on the assets as he never become the owner. Okay, these are the drawbacks of lease financing. Okay, I think all are clear. Next one, public deposit. In the public deposit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സോഴ്സസ് ആണ്. So the deposit data raised by the organizations directly from the public are known as പബ്ലിക് ഡെപ്പോസിറ്റ്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഡെപ്പോസിറ്റുകൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പബ്ലിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയും. ദ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടൈം ഓഫ് റീപേയ്മെൻറ്റ് എക്സെട്ര വിൽ ഓൾസോ ഗിവൺ ഇൻ ദി അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിൽ എത്ര ഇൻട്രസ്റ്റ് റേറ്റ്, എപ്പോഴാണ് റീപേയ്മെൻറ്റ് നടത്തേണ്ടത്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. ആസ് പെർ ദ റൂൾസ് കമ്പനി ക്യാൻ അക്സെപ്റ്റ് പബ്ലിക് ഡെപ്പോസിറ്റ് ഫോർ എ പീരീഡ് ഓഫ് 6 months to 3 years. 6 മാസം മുതൽ ഒരു 3 വർഷം വരെ പബ്ലിക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാം എപ്പം മുതൽ എത്ര വരെ? 6 months to ഒരു 3 years വരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇതുണ്ട് എന്നാണ് പറയുന്നത്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയായിരിക്കും? Its procedure is simple ആയിരിക്കും. Its cost is generally lower than the cost of borrowing from outsiders. And then it does not create any charge on the asset, and then control of the company is not diluted. Okay, and then demerits എന്തൊക്കെയായിരിക്കും? So it is difficult for new companies. പുതിയ കമ്പനികൾക്ക് ഡിഫിക്കൽട്ടീസ് ആണ്. ഇറ്റ് ഈസ് എ അൺറിലയബിൾ സോഴ്സസ് ആണ്. ഇറ്റ്സ് കളക്ഷൻ ഈസ് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. The next sources ആണ് commercial paper or CP. So it is an unsecured promissory note issued to the public with fixed maturity period ranging from 19 days to 1 year. ഈ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രോമിസറി നോട്ടാണ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക്കിനാണ്. എങ്ങനെ വെച്ചുകൊണ്ട്? വിത്ത് ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് റേഞ്ച് വെച്ചുകൊണ്ട് 90 ദിവസം മുതൽ 1 year വരെ ഒരു മെച്യൂരിറ്റി പീരീഡ് വെച്ചുകൊണ്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രോമിസറി നോട്ടാണ് ആക്ച്വലി കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇഷ്യൂയിങ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇൻ ഇന്ത്യ ആസ് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് took place in 1989 to 90. 89-90 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് ഈ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. സിൻസ് ഇറ്റ് ഈസ് എ ബീങ് അൺസെക്യൂർഡ് ആയതുകൊണ്ട് ദിസ് ഈസ് ഇഷ്യൂഡ് ബൈ ഹൈലി റെപ്യൂട്ടഡ് കോർപ്പറേറ്റീവ് എൻറ്റിറ്റീസിന് മാത്രമേ ഇത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഇത് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കമ്പനീസ് ആൻഡ് mutual funds contribute towards this kinds of instruments. It is also regulated by ആരായിരിക്കും? RBI ആണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് എന്തായിരിക്കും? നോ റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻസ്. സിൻസ് ഇറ്റ് ഈസ് അൺസെക്യൂർഡ് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് നോട്ട് റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻസ്. ഹൈ ലിക്വിഡിറ്റി, ദാറ്റ് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ദെൻ എക്കണോമിക്കലാണ്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് റേസിംഗ് ഫണ്ട് ഈസ് cheaper than a bank loan എന്നാ പറയാം. ഓക്കെ, ആൻഡ് ദെൻ കണ്ടിന്യൂസ് സോഴ്സസ് ആണ്. ദാറ്റ് ഈസ് റീപേയ്മെൻറ്റ് ഓഫ് കമേഴ്ഷ്യൽ പേപ്പർ ക്യാൻ ബി മെയ്ഡ് ബൈ ഇഷ്യൂയിങ് ദി ന്യൂ CPs എന്നാണ് പറഞ്ഞത്. Okay, and then investment of excess fund. That means company can keep their excess fund in CPs to earn more returns. Okay, and then limitations എന്തൊക്കെയായിരിക്കും? Only sound firms can issue.
സൗണ്ട്, അതായത് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ ഇത് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഒരു ഡ്രോബാക്ക്. ദ ലിമിറ്റഡ് ഫണ്ട്സ് ക്യാൻ ബി റേസ്ഡ്, കുറച്ച് മാത്രമേ ഫണ്ട് ഇതിലൂടെ റേസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇംപേഴ്സണൽ ഫിനാൻസിങ് ആണ്, ദാറ്റ് ഈസ് എക്സ്റ്റൻഷൻ ഓഫ് മെച്യൂരിറ്റി പീരീഡ് ഈസ് നോട്ട് പോസിബിൾ ഇൻ കേസ് ഓഫ് ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ത് ചെയ്യാൻ കഴിയില്ല, എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ദീസ് ആർ ദ ഡ്രോബാക്സ് ഓഫ് commercial paper. I think all are clear. Okay, that's all for today. If you have any doubt, please contact me.